ഗായ്സ് ഞാൻ റീസെൻ്റ്ലി ഒരു അനോക്കോണ്ട മൂവി കണ്ടു ആൻഡ് ഇതുവരെ കണ്ട അനോക്കോണ്ട മൂവിയിൽ ഏറ്റവും എനിക്ക് കോമഡി ആൻഡ് ഗൂഫി ആയിട്ട് തോന്നിയൊരു ഒറ്റൊരു അനോക്കോണ്ട മൂവിയാണ് 2025 ഇറങ്ങിയ അനോക്കോണ്ട എന്ന് പറഞ്ഞൊരു മൂവി. ലൈക്ക് അനോക്കോണ്ട ആ സീരീസിൽ ഒരിക്കലും ഇത് അനോക്കോണ്ടനെ പറ്റിയിട്ടുള്ളൊരു മൂവിയാണ് നമുക്ക് അത്രക്കും തോന്നില്ല. ലൈക്ക് അനോക്കോണ്ട മൂവി കാണുമ്പോൾ ഏറ്റവും നമുക്ക് കൂടുന്നത് ആ സസ്പെൻസ് അല്ലെങ്കിൽ ആ സ്നേക്ക് ആ കില്ല് ചെയ്യുന്ന ആ സ്നേക്സിൻ്റെ മെജോറിറ്റി ഓഫ് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ചെറിയൊരു പേടി ഹൊറർ എലമെന്റ് മിക്സ് ആയിട്ടുള്ളൊരു ലെവലിലായിരിക്കും അനാക്കോണ്ട മൂവി ആവുക. ബട്ട് ഫോർ ദി ഫസ്റ്റ് ടൈം എനിക്ക് ഈ അനാക്കോണ്ട മൂവി ആയിട്ട് ഏറ്റവും കൂടുതൽ ചിരിയാണ് തോന്നിയത്. ലൈക്ക് അങ്ങനത്തെ ഒരു മൂവിയാണ് ഗൈസ്. ലൈക്ക് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ലെറ്റ് മീ ഗിവ് ദ പ്ലോട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു നാലോ അഞ്ചോ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. ആ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ ഇവർ അനാക്കോണ്ട മൂവി ഷൂട്ട് ചെയ്യാൻ പോകുന്നു. ലൈക്ക് അനാക്കോണ്ട വേഴ്സിന് ഇവരെ ഒരു മൂവി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ലൈക്ക് ഇവരെ ഫ്രണ്ട് പറഞ്ഞെങ്കിൽ അനാക്കോണ്ടൻ്റെ നമ്മൾ റൈറ്റ്സ് എല്ലാം മേടിച്ചു, സോ നമ്മൾ ഈ ഒരു മൂവി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ കൺവിൻസ് ചെയ്ത് ഇവർ ആമസോൺ ഫോറസ്റ്റിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് ഇവർ സ്നേക്കൊക്കെ ഒരു സ്മോൾ സ്നേക്ക് അനാക്കോണ്ട അല്ല, ഏതൊരു സ്മോൾ സ്നേക്സ് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ സ്നേക്ക് ഡെഡായി പോകുന്നു. ലൈക്ക് അതിൻ്റെ ഒരു ആക്ടർ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് പേടിച്ചിട്ട് എറിഞ്ഞപ്പോൾ നേരെ അത് ഡെഡായിപ്പോയി. അപ്പോൾ വേറൊരു പാമ്പിനെ തപ്പി പോകുന്ന സമയത്ത് ഇത് റിയൽ അനാക്കോണ്ട വരുന്നതാണ്. പിന്നെ ഇവർ ചേസ് ചെയ്യാണ്. ലൈക്ക് അനാക്കോണ്ട ലൈക്ക് ലിറ്ററലി അനാക്കോണ്ട മൂവിയിൽ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അനാക്കോണ്ട വരുന്നു വീഴുന്നു, അനാക്കോണ്ട വീഴുന്നു, അനാക്കോണ്ട രക്ഷപ്പെടുന്നു. അതിനിടക്ക് വേറെ എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഇടക്ക് എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടാവും. ആൻഡ് ഇത് കുറച്ചും ഡിഫറെൻ്റ് ആയിട്ടാണ്. ലൈക്ക് ഇവർ തന്നെ അനാക്കോണ്ട ഷൂട്ട് ചെയ്യാൻ പോയിട്ട് അനാക്കോണ്ട മൂവിയിൽ ഇവർ പെട്ടുപോയ അവസ്ഥയാണ് ഈ മൂവി മേജറായിട്ട് കൊണ്ടുവന്നത്. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഹിലേറിയസ് ഗൈസ്. കോമഡിയാണ്. അഥവാ പ്രൊണൗൺസിയേഷൻ മാറിപ്പോയില്ലെങ്കിൽ പറ്റില്ല. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ഒരു എനിക്ക് ആ ക്യാരക്ടർ ലൈക്ക് ഇല്ല അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആക്ച്വലി ഇറ്റ്സ് വൺ ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് കോമഡി ഓവറായിപ്പോൾ അല്ലേ, ഗ്രേറ്റ് കോമഡി അല്ല. ലൈക്ക് എല്ലാവർക്കും ഒരു കോമഡി ബേസ് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ലൈക്ക് ഇതിൽ സോ മച്ച് കോമഡി എലമെൻറ്റ്സ് ഉണ്ട്. കുറേ എലമെൻറ്റ്സ് ഇല്ല, ലൈക്ക് ഭയങ്കര കോമഡി മൂവി എന്നല്ല, ബട്ട് അനാക്കോണ്ട മൂവിയിൽ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ കോമഡി മൂവി തന്നെയാണ് ഇത്. ലൈക്ക് ലിറ്ററലി എനിക്ക് ആ ക്യാരക്ടർ നമുക്ക് ചില ആക്ടേഴ്സിനെ കാണുമ്പോൾ തിരിയും നമുക്ക് ഈ മൂവി ജോണർ ഏതാണ്. ലൈക്ക് ഞാൻ ഒരു എക്സാമ്പിൾ, നമ്മൾ ഗുലിവർ ട്രാവൽസ് മൂവി കണ്ടവർക്കറിയാം. അതിനകത്തുള്ള നമ്മുടെ മെയിൻ ക്യാരക്ടർ ആണ് ഇതിലും ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നത്. സോ പുള്ളിക്കാരൻ്റെ മൂവീസിൽ എല്ലാപ്പോഴും ഇപ്പോൾ റൈറ്റ് നൗ ഇപ്പോൾ ഇറങ്ങുന്ന മൂവീസ് എല്ലാം ഒരു ഫുൾ ഒരു ലൈക്ക് ഒരു ഗൂഫി കോമഡി ബേസ് മൂവീസാണ് അധികം. സോ എനിക്ക് പറയാനുള്ളത് ഇത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾ അനാക്കോണ്ട എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നെറ്റ്ഫ്ലിക്സിൽ റീസെൻ്റ്ലി ആഡ് ചെയ്തൊരു മൂവിയാണ് ആൻഡ് ഇറ്റ്സ് ക്വയറ്റ് ഗുഡ് ഗൈസ്. രാത്രി വെറുതെ ഇരുന്ന് കണ്ടു നോക്കും. നമുക്ക് പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനാക്കോണ്ട മൂവീൻ്റെ ആ ഫീലില്ലെങ്കിലും മീൻസ് ആ ഒറിജിനൽ ഫീലില്ലെങ്കിലും ഇറ്റ്സ് ഒരു നല്ലൊരു വൈബിൽ പോകുന്ന മൂവി തന്നെയാണ്. ലൈക്ക് ആ സ്നേക്സിനെയും പിന്നെ അതേപോലെ ആ സ്റ്റോറി തീമ നല്ല രസമാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂവി മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെയായിരിക്കും. ആകെ ഓൾമോസ്റ്റ് 1 മണിക്കൂർ 40 മിനിറ്റും ഏകദേശം ടൈം വരുന്നുള്ളൂ. സോ ട്രൈ ടു വാച്ച് ഇറ്റ്. ഇറ്റ്സ് കോമഡിയും കുറച്ച് സസ്പെൻസും കുറച്ച് ത്രില്ലറും കുറച്ച് അഡ്വഞ്ചറും കുറച്ച് ആക്ഷൻസും എല്ലാം നിങ്ങൾക്ക് ഈ അനാക്കോണ്ട മൂവിയിൽ കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി ഓഫ് കോഴ്സ്. ഞാനത് കണ്ട് തീർത്തതാണ്. സോ ട്രൈ ടു വാച്ച് ഇറ്റ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. സോറി, എൻഡിങ് ഇതായിപ്പോയി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോസ്. ബൈ. കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയാൽ എനിക്ക് സന്തോഷമാകും. പീസ്.